വലിയ പ്രതീക്ഷയിലുണ്ടായിരുന്നു. പക്ഷെ അവർ തേച്ചു ഒരു 390 എന്നാൽ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കുട്ടി വണ്ടിയായിട്ടെന്നൊക്കെ വിളിക്കാം. പക്ഷേ കാലം വണ്ടി എന്ന് വിളിക്കുന്നത് ശരിക്കും. വാട്ട്സ്ആപ്പ് ഗൈസ്, ഐ ആം മിസ്റ്റർ എക്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഡ്യൂക്ക് 390 BS6 ആണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഒരു റിവ്യൂ ഇടണം, വണ്ടി താടെ എന്ന് പറഞ്ഞപ്പോൾ നീ എവിടെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് ഇട്ടതാണ്. യെസ്, ആ ഒരു കൂട്ടുകാരൻ എനിക്കുമുണ്ട് ഗൈസ്. അതുപോലെ ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, മറിച്ച് എൻ്റെ റൈഡ് ഇംപ്രഷൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യണത് ഗൈസ്. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം. ആദ്യം കുറേ റൂമേഴ്സ് ഉണ്ട് ഈ വണ്ടിയെ പറ്റിയിട്ട്. അതിലൊന്നാണ് ഈ വണ്ടി ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കാണോ എന്നൊക്കെ. സത്യം പറയാലോ ഗൈസ്, ഏത് ബൈക്കാണേലും നോക്കിയും കണ്ടു ഓടിച്ചാൽ ആ വർഷത്തെ ഓണം ക്രിസ്മസും ഒക്കെ വീട്ടിലെല്ലാവരോടും ഇരുന്ന് ആഘോഷിക്കാം എന്ന് ഞാൻ പറയും. അല്ലാതെ ബിഗിനേഴ്സിന് പറ്റില്ല എന്നൊന്നും ഇതിലില്ല. അത്യാവശ്യം ബൈക്ക് ഓടിക്കുന്ന ആൾ ഇത് ഓടിക്കാൻ പറ്റും. കാരണം 500-1000 കിലോമീറ്റർ ഓടിക്കുമ്പോൾ ആ വണ്ടിയായിട്ട് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാൾക്ക് പൊരുത്തപ്പെടാൻ പറ്റും. പക്ഷേ ആ 1000 കിലോമീറ്റേഴ്സിൽ വണ്ടിക്ക് വരുന്ന വെയർ ആൻഡ് ടയർസ് കുറച്ച് കൂടുതലായിരിക്കും. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കാണെന്ന് പറയാൻ കാര്യം 390 BS6 ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ DYന്ന് ഡയറക്റ്റ് സ്വിച്ച് ചെയ്തതാണ് ഡ്യൂക്ക് 390 അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞ കാര്യം. അവന് ആദ്യമായിട്ട് ഈ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്രേക്കിംഗ് അവനറിയത്തില്ല, എൻജിൻ്റെ വരുന്ന വേറെ ടയേഴ്സ് അവനറിയത്തില്ല. അവനും ഏകദേശം 500-1000 കിലോമീറ്റർ ഓടിച്ചപ്പോഴാണ് ഈ വണ്ടി ഏകദേശം അവൻ്റെ കയ്യിൽ നിന്നത്. ഒന്നേ പറയാനുള്ളൂ, ആദ്യമായിട്ട് വണ്ടി എടുക്കുന്ന ഒരാൾ കൈ കൊടുത്ത് പോവാതിരിക്കുക. ഒരു 500,000 കിലോമീറ്റേഴ്സ് വണ്ടി എങ്ങനെയാണ്, വണ്ടിയുടെ ആ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ആ വണ്ടിയെ പറ്റി പഠിക്കുക, എന്നിട്ട് അതിലോട്ട് പോവുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനീ പറഞ്ഞതുകൊണ്ട് RC 390 ഡ്യൂക്ക് 390 ഒക്കെ ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞത് 2022-23 കാലഘട്ടത്തിലെ വണ്ടികളാണ്. കാരണം ആ വണ്ടി കുറച്ചുകൂടെ റിഫൈൻഡാണ്, കുറച്ചുകൂടെ കാമറാണ്. ഒരു ബിഗിനറിൻ്റെ കയ്യിൽ കിട്ടിയാലും നമുക്ക് അത്യാവശ്യം വണ്ടി ഒക്കെയാണ്. പക്ഷെ ഇതിൽ പെടാത്തൊരു സാധനമുണ്ട്. അത് 2014-16 കാലഘട്ടത്തിൽ അതിനെ BS3 എന്ന ചെല്ലപ്പേരിൽ നമ്മൾ വണ്ടിപ്രാന്തന്മാർ വിളിക്കുമായിരുന്നു. എൻ്റെ പേഴ്സണൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് 2015 മോഡൽ RC 390 BS3. ഞാനതിന് ഷോർട്ട് ഫോമിൽ ദ റോ പവർ എന്നാണ് വിളിക്കുന്നത്. ആ വണ്ടി ഉണ്ടാക്കിയ ഫാൻ ബേസാണ് ഗൈസ് ഇന്നും ഡ്യൂക്ക് 390 RC 390 ഒക്കെ നിന്ന് വിളയാടുന്നത്. ആ വണ്ടി ഒരിക്കൽ ഓടിച്ചവർക്കറിയാം അതിൻ്റെ ആ ഒരു ടോർക്ക് ആൻഡ് ആ പവറിൻ്റെ ഫീൽ. ശരിക്കും ഞാനൊക്കെ ഭയങ്കര ഇമ്പ്രസ്ഡാണ്. എൻ്റെയൊക്കെ ഒരു 2019 ഞാൻ ബൈക്കൊക്കെ എടുക്കുമ്പോൾ എനിക്കും 18 തന്നെ ബൈക്ക് എടുക്കുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്ന് 2018 BS4 ആ മോഡലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അതിലോട്ട് സ്വിച്ച് ചെയ്തു, പിന്നെ ഡോമിനറിലോട്ട് പോയി. ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ബെസ്റ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഏറ്റവും ഫേവറേറ്റ് വണ്ടിയാണ് RC 390 BS3. പിന്നെ അതിൻ്റെ ലുക്കും ആ ഒരു സ്റ്റിക്കറിങ്, അയ്യോ അത് ഭയങ്കര ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റിക്കറാണ്. അത് ആർക്കൊക്കെ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ വണ്ടിയുടെ സ്റ്റിക്കറിങ്ങും ആ വണ്ടിയുടെ ലുക്കും അതുണ്ടാക്കിയ ഓളം അന്ന് ബാക്ക് ഇൻ 2015-16 ഭയങ്കര ഒരു അത് കുറേ ടാർഗറ്റോ എന്നാൽ ഓഡിയൻസിനെ തൂക്കി എന്നാണ് പറയാൻ. പിന്നെ അതിൻ്റെ ശബ്ദം, ആ എക്സോസ്റ്റ് നോട്ട് നമുക്ക് അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഡിഫറെൻ്റ് ആണ്. ഇപ്പോഴും BS4 ആയിക്കോട്ടെ 6 ആയിക്കോട്ടെ 3യുടെ എക്സോസ്റ്റ് നോട്ട് അത് വേറെ വൈബ് ഫീലാണ്. കുറച്ചുകൂടെ അത് ആ റോ പവറിൽ എടുത്തറിയാൻ പറ്റും ആ ഒരു എക്സോസ്റ്റ്. ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വണ്ടിയെ പറ്റി പറയുമ്പോൾ കുറച്ച് കൂടുതൽ സംസാരിക്കും കേട്ടോ. ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനില്ലേ അപ്പോൾ ആ വണ്ടി എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമ്മുടെയൊക്കെ ലൈഫിൽ. അപ്പം ആ ഒരു വണ്ടിക്ക് അന്ന് ഒരു ഇരട്ട പേരുണ്ടായിരുന്നു, കാലം വണ്ടി എന്ന് വിളിക്കുന്നത്. ശരിക്കും അതൊരു കാലം വണ്ടിയാണ് ഗൈസ്. അതിന് അന്ന്
കാരണം അന്ന് ഈ ടെക്നിക്കൊന്നും ഇപ്പോഴത്തെ മോഡേൺ ടെക്നിക്സ് ഒന്നും ആ വണ്ടിയിലില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, ABS ഉണ്ടെന്ന് തോന്നുന്നു, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, കൈ കൊടുക്കുന്നു, അതങ്ങ് പോകുന്നു. 160 170. എൻ്റെ പേഴ്സണൽ ബെസ്റ്റ് ആ വണ്ടിയിൽ 184 190 എന്തോ ആണെന്ന് തോന്നുന്നു. അല്ല, 173 172 ആയിരുന്നു അന്ന് ഞാൻ ആ വണ്ടിയിൽ ടോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, വർക്കല പോകുന്ന ആ റൂട്ടിൽ. ഇത് ഞാൻ പറയുന്നത് ബാക്ക് ഇൻ 2018 കാര്യമാണ് കേട്ടോ. ഇപ്പോൾ വർക്കലയിൽ ആ വഴി പോകാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, ആരും പോകരുത്. അപ്പോൾ ഗൈസ്, അതിൻ്റെ ആ ഇരട്ട പേര് കാലൻ വണ്ടി, അതിനെയൊക്കെ പിടിച്ച് കെട്ടി ഒരു മയത്തിലൊക്കെ ഇറക്കിയ ഒരു വണ്ടിയാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച BS4 ആൻഡ് BS6 എന്ന് പറഞ്ഞ വണ്ടി. അപ്പം അത് ആ BS3 ഓടിച്ച് നോക്കിയിട്ട് BS4 BS6 വരുമ്പം നമുക്ക് ഒരു ചെറിയ പവർ ഡ്രോപ്പും വണ്ടി കുറച്ചുകൂടെ കാമറായിട്ട് പോകുന്നതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് എല്ലാവരും പറയുന്നത്. മൊത്തത്തിലെല്ലാവരും ഒരു ആൾക്കാർ പറയുന്നത് വണ്ടി പഴയ വണ്ടിക്കാണ് പവർ കൂടുതൽ, പഴയ വണ്ടിക്കാണ് അതിൻ്റെ ഒരു വിലയുള്ളൂ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, അത് ആ നോംസ് അവർ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി കുറച്ചുകൂടെ പവർ കുറയും. ഞാൻ എന്തായാലും ഒരു BS3 RC390 വീഡിയോയിൽ കൊണ്ടുവരാൻ നോക്കാം ഗൈസ്. അതിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ബാംഗ്ലൂർ, അവൻ്റെ അടുത്തൊന്ന് എടുക്കണം. ഞാൻ ലാസ്റ്റായിട്ടൊരു BS3 ഓടിക്കുമ്പോൾ അതൊരു മോഡിഫൈഡ് വണ്ടിയായിരുന്നു കേട്ടോ, BS3 ലൈക്ക് BMC എയർ ഫിൽറ്റർ വണ്ടി, ട്യൂൺഡ് പവർട്രോണിക്സ് ഒക്കെ കേട്ടിട്ടുള്ളൂ. അതിൻ്റെ ടോപ്പ് ഞാൻ പോയത് 180 എന്നൊക്കെ പറയുമ്പോൾ വണ്ടി വീണ്ടും പുഷ് ചെയ്യുക. നമുക്ക് കോളം ഹൈവേ ഉണ്ടല്ലോ, ആ ഹൈവേയിലിരുന്ന് നമ്മൾ ഇപ്പം 2021 തോന്നുന്നു അത് ഒരു ട്യൂൺഡ് വണ്ടി ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരൻ, സെയിൽ ചെയ്ത വണ്ടി. പിന്നെ ഒരു പേഴ്സണൽ ബെസ്റ്റ് ഞാൻ അതിൽ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ BS3. കാരണം എനിക്ക് ഇപ്പോഴും ഇൻ 2024 എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി എടുക്കാൻ ഞാൻ പോവുകയാണെങ്കിൽ അത് BS3 RC390 ആണ്. പക്ഷേ എന്ത് ചെയ്യാനാണ് ഗൈസ്, നല്ലൊരു വണ്ടി കിട്ടാനില്ല. എല്ലാം ഓടിച്ച് കണ്ടമാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും. എന്ന് പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ, ഇപ്പം നിൽക്കുന്നത് ബാംഗ്ലൂർ നല്ല വണ്ടി കിട്ടുമെങ്കിൽ ഞാൻ മഷിയിട്ട് നോക്കിയപ്പോലും കിട്ടില്ല. കാരണം ഇവിടെ എല്ലാം പടമാണ്. ഞാനിടയ്ക്ക് നമ്മൾ റൈഡ് വിത്ത് മസിൽസ് ബ്രോ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ ഞാനും ബ്രോ എടുത്ത് പറയും, ബ്രോ ഒരു 390 RC390 BS3 കിട്ടുവാണെങ്കിൽ പറയാം. പക്ഷേ ആ ബ്രോ അതാ പറയുന്നത്, വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ്. ലൈക്ക് നമുക്ക് വണ്ടി എടുക്കുന്നതിലല്ലല്ലോ, ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ RC390 BS3 കിട്ടും. പക്ഷെ നമുക്ക് എടുക്കുമ്പോൾ ആ ഒരു വണ്ടിയുടെ ആ എൻജിൻ ക്വാളിറ്റിയും ആ ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ, അത് നമുക്ക് കിട്ടുന്നില്ല. അതാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പേഴ്സണൽ ബെസ്റ്റാണ് 0 to 100 in 5 seconds. അതെൻ്റെ പേഴ്സണൽ ബെസ്റ്റാണ്. അത് അവൻ്റെ വണ്ടിയിൽ ആ പവർട്രോണിക്സും ഫിൽറ്ററും കയറ്റിയ BMC ഫിൽറ്ററും കയറ്റിയ വണ്ടിയിലായിരുന്നു 100 in 5 seconds. പറയൂ ഗൈസ്, നിങ്ങളൊരു BS3 RC390 ഫാനാണോ? എങ്കിൽ കമൻ്റ് ആവും, നമുക്ക് സംസാരിക്കാം. അതെൻ്റെ പേഴ്സണൽ ഇഷ്ടപ്പെട്ട വണ്ടി ആയതുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഗൈസ്, നമ്മൾ സംസാരിച്ച ടോപ്പിക്ക് മാറി വേറെ വണ്ടിയിലോട്ട് പോയി. അപ്പോൾ ഗൈസ്, ബാക്ക് ടു ദ ടോപ്പിക്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന 390 BS6 ഓടിക്കുമ്പോൾ ഒരു സൂപ്പർ ഡ്യൂക്കിൻ്റെ ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ആ ഒരു ഡിസൈൻ ഡ്യൂക്ക് 1290 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ സെയിം ഡിസൈനാണ് അതിൻ്റെ കുട്ടി വണ്ടി. ആ ഒരു ഫീല് നമുക്ക് ഈ വണ്ടിയിലും കിട്ടും ഗൈസ്. എന്നാൽ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കുട്ടി വണ്ടിയായിട്ടെന്നൊക്കെ വിളിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യണം, കാരണം എനിക്ക് ആ വണ്ടി 1290 അക്സൽ ലൈക്ക് ഏകദേശം ഒരു വൈബ് കിട്ടി എന്ന് പറയുമ്പോൾ ആ വണ്ടിയുടെ പവറും ഈ വണ്ടിയുടെ പവറും ടോട്ടലി ഡിഫറെൻ്റ് ആണെങ്കിലും ആ ലുക്ക് വൈസ് എനിക്ക് ആ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ട കാര്യം, ഈ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് തീം ഈ BS6 അത് ഇഷ്ടപ്പെട്ടവരും കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര പേഴ്സണൽ ബെസ്റ്റ് കളർ ഇഷ്ടപ്പെട്ട ഒരു കളറാണത്. ആ വണ്ടി ആ ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വൈബ്രൻസ് ഉണ്ടല്ലോ, വണ്ടിയുടെ ആ ഒരു സൺലൈറ്റിലൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു വല്ലാത്ത വൈബ്രൻസ്, ഓറഞ്ചും ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ വരുന്നൊരു കളർ. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ആ ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് മാറ്റ് ഫിനിഷ്, അങ്ങനത്തെ ഒരു കളർ ഈ BS6 തന്നെ ഗൈസ്. അതുപോലെ ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ BS6 ആയിട്ട് ഇത്ര റിഫൈൻഡ് ആയിട്ട് നമുക്ക് വൈബ്രേഷൻസ് കയ്യിൽ കിട്ടുന്നുണ്ട് നല്ല പോലെ. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ
വൈബ്രേഷൻസ് കിട്ടുമായിരിക്കും, പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ ആ ഹരം കയറി കഴിഞ്ഞാൽ നമ്മളിതൊന്നും ഓർക്കത്ത് പോലും ഇല്ല ഗൈസ്. അതാണ് സത്യം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സീറ്റിനെ പറ്റിയാണ് ഗൈസ്. 830mm സീറ്റ് ഹൈറ്റ് ഉണ്ട്, പക്ഷേ നല്ല സ്റ്റിഫാണ്. ഇടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല വൃത്തിയായി കിട്ടും. സീറ്റും അവർ ഈ റേസ് സ്പെക്സ് ആയതുകൊണ്ട് തന്നെ സീറ്റ് നല്ല കട്ടിയാണ്. അതുപോലെ സസ്പെൻഷൻ നല്ല സ്റ്റിഫാണ് ഗൈസ്. ഒന്നും പറയില്ലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കട്ടറിൽ തന്നെ നിങ്ങൾക്ക് കുണ്ടിക്കിടി കിട്ടും. വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്നറിയാം. RCB ഡ്യൂക്ക് 390 നമുക്കെന്താണ് വേണ്ടത്? പവർ, അതുണ്ട്. പിന്നെ ഞാൻ കുറേ പ്രതീക്ഷിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. 2 കൊല്ലം മുന്നേ ഈ വണ്ടി ലോഞ്ച് ആയപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഈ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോളും എന്താ പറയുക, ഇത്രയും പൈസ അല്ലെങ്കിൽ ഇത്രയും റിഫൈൻഡായിട്ട് വരുന്നൊരു വണ്ടിയില്ല, അപ്പോൾ ട്രാക്ഷൻ കൺട്രോളും കാണും എന്നൊക്കെ വലിയ പ്രതീക്ഷയിലുണ്ടായിരുന്നു. പക്ഷേ അവർ തേച്ചു. ഒരു 390 അഡ്വഞ്ചറിന് മാത്രമേ ട്രാക്ഷൻ കൺട്രോളൊക്കെ കൊടുത്തിട്ടുള്ളൂ. കാരണം ഈ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കാരണം ഈ വീൽ സ്പിൻ ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട. ഈ ഡ്യൂക്ക് 390 അത്യാവശ്യം പവറുണ്ട്. വണ്ടി നമുക്ക് ചുമ്മാ വീൽ സ്പിൻ ചെയ്ത് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഈ വണ്ടിക്കൊക്കെയാണ് ട്രാക്ഷൻ കൺട്രോൾ കൊടുക്കേണ്ടത്, പക്ഷേ അത് കൊടുത്തില്ല. അഡ്വഞ്ചർ 390 അവർ കൊടുത്തത്. അപ്പോഴും മൂഞ്ചിച്ചു. പക്ഷേ സാരമില്ല ഗൈസ്, എല്ലാം വരും. BS7 തന്നെ വന്നു. ഇപ്പോഴത്തെ വണ്ടിക്ക് വന്നു. എന്ത് പറയാൻ, ആപ്പിളിൽ C-Type ചാർജ് വന്നില്ലേ, C-Type പോർട്ട് വന്നു. അതിലിപ്പോൾ വരെ എന്ത് വേണം? അതുകൊണ്ട് എല്ലാം വരും, സമയം മാത്രം മതി. എത്ര വർഷം കാത്തിരുന്നിട്ടാണ് ആപ്പിൾ ഒരു C-Type പോർട്ട് കൊണ്ടുവന്നത്? എത്ര ആൾക്കാരെ തള്ളക്കി വിളി കേട്ട് വേണം. അതുപോലെ അവർ വന്നില്ലേ, അതുപോലെ ഇതും വരും. അത് വന്നു. അതുപോലെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു ക്വിക്ക് ഷിഫ്റ്റർ BS6. പക്ഷേ എനിക്കതിൽ ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ലോവർ RPMസിൽ പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ആവുന്നില്ലായിരുന്നു. 2 ഡാഷൻ ടച്ച് ചവിട്ടുമായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല വൃത്തിയായി ഫീൽ ചെയ്തൊരു സംഭവമാണ്. മൊത്തത്തിൽ ക്വിക്ക് ഷിഫ്റ്റർ എനിക്കൊരു സുഖമായിട്ട് ഫീൽ ചെയ്തില്ല ഗൈസ്. എന്ന് പറഞ്ഞാൽ അതൊക്കെ കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു ക്വിക്ക് ഷിഫ്റ്റർ ട്രാക്ഷൻ കൺട്രോൾ. അത് ട്രാക്ഷൻ കൺട്രോൾ തേച്ചു, ഇപ്പോൾ വന്നേ ഉള്ളൂ. ക്വിക്ക് ഷിഫ്റ്റർ വന്നിട്ടും വലിയൊരു ഗുണം ഉണ്ടായിട്ടില്ല. കാരണം എനിക്കത് വണ്ടി ഓടിച്ചിട്ട് ക്വിക്ക് ഷിഫ്റ്ററിന് വലിയൊരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്തില്ല. കാരണം എനിക്ക് ലോവർ RPMസിൽ ക്വിക്ക് ഷിഫ്റ്റർ വേസ്റ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ കിടിലമായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ RTR 310 ഉണ്ട്. 310. പിന്നെ ഉള്ളത് R15 V4 സീന് സാധനമാണ് ഗൈസ്. ഡിസ്ക്ലൈമറാണ്, ഞാനൊരു വണ്ടിയും പൊക്കി പറഞ്ഞതല്ല. നിങ്ങൾക്ക് ക്വിക്ക് ഷിഫ്റ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതൊരു വണ്ടിയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ വണ്ടികളിൽ ബെസ്റ്റ് ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്. ഞാനത് പേഴ്സണലി ഓടിച്ച് എനിക്കിഷ്ടപ്പെട്ട സാധനമാണ്. അതുപോലെ എല്ലാ വണ്ടിക്കും അതിൻ്റേതായ സംഭവങ്ങളില്ലേ, അതുകൊണ്ട് എല്ലാം ഒന്നിനോട് മെച്ചപ്പെട്ടതായിരിക്കണം എല്ലാ വണ്ടിയിലും. അവർക്ക് അവരുടേതായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കീപ്പ് ചെയ്യണ്ടേ. പിന്നെ ഇതിൻ്റെ ബ്രേക്സിനെ പറ്റി പറയുകയാണെങ്കിൽ 70% ഫ്രണ്ട്, 30% ബ്രേക്ക്. അപാരമാണ്. 2 ബ്രേക്കൊക്കെ നാശം. ബിഗിനർ വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബ്രേക്കിങ്ങൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക. ABS എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. വീഡിയോസ് ഉണ്ടെങ്കിൽ വീഡിയോസ് കാണുക, എന്നിട്ട് വണ്ടി ചൂസ് ചെയ്യുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഫ്രണ്ട് ബ്രേക്കുമായിട്ടൊരു സിങ്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമ മഴത്തുള്ളി കിലുക്കത്തിൽ സലിം കുമാറിൻ്റെ അവസ്ഥയൊക്കെ കാണേണ്ടി വരും. അതുകൊണ്ട് വണ്ടി 500-1000 കിലോമീറ്റർ എല്ലാം അതിൻ്റെ ആ ഒരു ബ്രേക്കിംഗ് പീരീഡ് നൈസായിട്ട് വണ്ടി ഓടിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രേക്കിംഗ് അറിയുക, ഗിയർ ഷിഫ്റ്റിങ് റേഷ്യോ അറിയുക, എല്ലാം അറിയുക. എത്ര RPMലാണ് വണ്ടി സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ സെറ്റാവുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ സൂപ്പർ ഡ്യൂക്ക് 390 പറ്റി പറയാൻ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ആൻഡ് ബൈ.